ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. കുറച്ച് ടിപ്സ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾ ബ്രേക്കപ്പിനെ കുറിച്ച് വല്ലാണ്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ ഫൈറ്റൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് പല ആളുകളും നമുക്ക് പറ്റില്ലെങ്കിൽ പിരിയാം, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാം, ഇനി ഇത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. പല കേസുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും അവർ പറയാറുമുണ്ട്, സാറേ അനങ്ങിക്കഴിഞ്ഞാൽ ബ്രേക്കപ്പിനെ കുറിച്ചാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ ആൾക്ക് എന്നോടൊരു താല്പര്യമില്ല, പിരിയ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ബ്രേക്കപ്പിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓക്കെ അല്ലാത്ത സമയത്ത് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് വെറുതെ അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓക്കെയാണ് എന്ന് പറയാതിരിക്കുക. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഓക്കെ ആണെന്ന് പറയുക. ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ ഇമോഷൻ എന്താണെന്നുള്ളത് അത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രണയിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും ഒക്കെ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ മിസ്റ്റേക്കുകളൊക്കെ പലപ്പോഴും പല ആളുകളുടെ ഭാഗത്തുനിന്നും സംഭവിക്കും. അഥവാ പല മീൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്നാവാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തുനിന്നാവാം, അല്ലെങ്കിൽ പ്രണയത്തിലാണെങ്കിൽ കാമുകിയുടെ ഭാഗത്തുനിന്നോ കാമുകൻ്റെ ഭാഗത്തുനിന്നോ ഒക്കെ ഉണ്ടാവാം. ആ മിസ്റ്റേക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് സോറി ചോദിക്കാൻ, അഥവാ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ സോറി പറയാനുള്ള ഒരു മനസ്സാണ്. അതുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ വല്ലാത്തൊരു ബോണ്ടിങ് ഉണ്ടാവും, ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ സോറി പറയേണ്ട സ്ഥലത്ത് സോറി പറയുക. തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്, ഓക്കെ അല്ലാത്ത സമയത്ത് ഓക്കെ ആണെന്ന് പറയരുത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ അല്ല, നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വലിയൊരു കാര്യം ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കി തന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്രീഷിയേറ്റ് ചെയ്യാം. അല്ലാതെ വലിയ മാർക്ക് പരീക്ഷയിൽ നേടുക, അതല്ലെങ്കിൽ ഇൻ്റർവ്യൂ പാസ്സാവുക, അല്ലെങ്കിൽ ഒരുപാട് പണം സമ്പാദിക്കുക, അങ്ങനെ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സിന് മാത്രമല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും എല്ലാവരും അപ്രീസിയേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ കൂടി അവർക്കത് കിട്ടുമ്പോൾ അവരറിയാതെ അവരുടെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. കാരണം വേർഡ്സ് ആർ സോ പവർഫുൾ. ഒരാളെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വാക്ക് ഒരാൾ പറയുമ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അയാളുടെ ചെവി കൊണ്ട് അത് കേൾക്കുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന ഇമോഷൻസ്, ഹോർമോൺസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് മീൻസ് അവർക്കൊരു ഹാപ്പി ഫീൽ കിട്ടുന്നതായിരിക്കും, സന്തോഷം ഉണ്ടാകുന്ന ഹോർമോൺസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറന്നു പോവാതിരിക്കുക. ചെറിയ കാര്യമല്ലേ, അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതൊക്കെ സിമ്പിളല്ലേ എന്ന് ചിന്തിക്കാതെ എല്ലാ കാര്യങ്ങൾക്കും അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ചെയ്യുന്നതിലൂടെ ആ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആയി മാറും. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാസ്റ്റിനെ കുറിച്ചിട്ട് വല്ലാണ്ട് ഈ പ്രസൻറ്റിൽ സംസാരിക്കുക എന്നുള്ളത്. നീ പണ്ട് അങ്ങനെയായിരുന്നില്ലേ, നീ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലേ എന്നുള്ള ചർച്ചകൾ കൊണ്ടുവരാതിരിക്കുക. പിന്നെ പണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത് വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞ് ആ പ്രസൻറ്റിനെ നശിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ അത് കഴിഞ്ഞു പോയി, അത് എന്താണെന്നുണ്ടെങ്കിലും അത് പ്രസൻറ്റിലോട്ട് കൊണ്ടുവരണ്ട. ഇപ്പം എങ്ങനെയാണോ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് പോവുക. പാസ്റ്റിനെ കുറിച്ച് വല്ലാണ്ട് സംസാരിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത്തരം റിലേഷൻഷിപ്പിൽ അങ്ങനെ സംസാരിക്കാത്ത റിലേഷൻഷിപ്പിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായിരിക്കും, അതൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഈഗോ കംപ്ലീറ്റ് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ പൊസിഷൻ, ആ പൊസിഷൻ ചിലപ്പോൾ
നമ്മളങ്ങനെ ഒരുപാട് കാലം വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാതെ പലതരത്തിലുള്ള ക്യാരക്ടറും ബിഹേവിയറൊക്കെ നമുക്ക് രൂപപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കുടുംബത്തിലോട്ട് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലോട്ട് കൊണ്ടുവരാതിരിക്കുക. ഈഗോ ഒക്കെ മാറ്റി വെച്ച് നമ്മൾ പരസ്പരം സ്നേഹിച്ച് കെയർ ചെയ്ത് റെസ്പെക്റ്റ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്ത് ലവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അവിടെ വിട്ടുവീഴ്ചകൾ ഉണ്ടാവണം, പരസ്പരം മനസ്സിലാക്കലുകൾ ഉണ്ടാവണം, പരസ്പരം സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. ഇങ്ങനെയാണ് നമ്മൾ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 6 കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുക, അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടി കൂടുതൽ സ്ട്രോങ് ആവും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അറിയാനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. താങ്ക് യു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.